ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് പുതിയ സെർവർ വേൾഡ് തുടങ്ങാണ്. മറ്റേത് ഞാൻ നിർത്തി. മറ്റേത് ഞാൻ അടുത്ത ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പം ചെയ്തെല്ലാ പ്രോഗ്രസ്സും കാണിച്ചു തരാനും വേണ്ടി ഇന്നേതായാലും പുതിയ വേൾഡ് തുടങ്ങുകയാണ്. ഞാൻ ഒന്ന് തുറന്നു നോക്കിനി. ഇതാണ് നമ്മൾ വന്ന സ്ഥലം. എന്താണ് ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു ഇത് ഓണാക്കി, കാരണം നമുക്ക് ക്വസ്റ്റ് കിട്ടും. ഈ ഒരു മോഡ് ഞാൻ എന്തെങ്കിലും ഓണാക്കിയിട്ടിരുന്നു. നമുക്കത് ഈ ഏരിയ ഒക്കെ ഒന്ന് നോക്കണം. ഇവിടെ ഒരു ബീച്ച് ഉണ്ട്. നമുക്കിവിടെ ചുറ്റിക്കറങ്ങി നോക്കണം. ഗൈസ്, ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതിൻ്റെ മുന്നേ ഞാനൊരു വീട് ഉണ്ടാക്കി വെച്ചിരിക്കും. കാരണം വീഡിയോക്ക് ഇടാൻ പറ്റില്ല. വീട് ഉണ്ടാക്കുന്ന വീഡിയോക്ക് ഇട്ടാൽ നല്ല ലെങ്തായി. കാരണം വീഡിയോക്ക് വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ നാളെ വീഡിയോയിൽ ഇടുന്നുണ്ട് എൻ്റെ വീട് എങ്ങനെയാണെന്ന്. അത് നാളെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിടുന്നുണ്ട്. അല്ലെങ്കിൽ വീഡിയോക്ക് നല്ല ലെങ്ത് ചെയ്യാനും. നമ്മളതിന്ന് ഈ വേൾഡൊക്കെ ചുറ്റിക്കറങ്ങാണ്. വേൾഡ് മൊത്തം ചുറ്റിക്കറങ്ങല്ല. നമ്മൾ നല്ല സ്ഥലം തുറന്നു പോവാണ്. വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റുക. അതിൻ്റെ ഷീറ്റിനെ കാണുമ്പോഴൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ വന്നിട്ട് സൗണ്ട് ഉണ്ടല്ലേ. അപ്പോൾ ഗൈസ്, നേരത്തൊന്നും കേട്ടിട്ടുണ്ടാവില്ല ശരിക്ക്. കാരണം മൈൻക്രാഫ്റ്റ് സൗണ്ട് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരട്ടം കൂടി പറയാണ്. ഞാൻ വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ വിടുക. കാരണം വീഡിയോയിൽ വീട് ഉണ്ടാക്കാനും വേണ്ടി നിന്നാണ്ട് വീഡിയോയിൽ വീട് ഉണ്ടാക്കുന്നത് വിടുകയാണെങ്കിൽ നല്ല ലെങ്ത് കാരണം മാത്രമല്ല എപ്പോഴും വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഓരോ പ്രോഗ്രസ്സും കഴിഞ്ഞിട്ടേ വീഡിയോ ഇടുകയെന്ന് വെച്ചാൽ എൻ്റെ വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ അടുത്ത വീഡിയോയിൽ എൻ്റെ വീട് കാണിച്ചു തരിക. അതേമാതിരി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ അതിൻ്റെ പിറ്റത്തെ വീഡിയോയിലൊക്കെ അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നല്ല സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ അങ്ങോട്ട് വീട് ഉണ്ടാക്കിയാലോ. ഷിപ്പ് അതുകൊണ്ട് ഞാൻ വീടുണ്ടാക്കുന്നതും അതേമാതിരി എൻഡർ ഡ്രാഗനെ കൊല്ലുന്നതും അങ്ങനത്തെ ഒന്നും വീഡിയോയിൽ ഇടൂല. കാരണം ഇത് നല്ല ലെങ്ത് കൊല്ലാൻ നല്ല പണിക്കാരം. ഇപ്പോൾ കുറേ നേരമായി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് അതേമാതിരി ഡ്രാഗനെ കൊന്നിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീഡിയോ ഇടുമ്പോൾ കാണിച്ചു തരിക. അവിടെ നെതർ ഫോർട്ട് അവിടെ 3 സെറ്റ് ചെസ്റ്റ് ഉണ്ടാവുമല്ലോ. എഫിഷ്യൻസി 5 ഇല്ല. അയൺ നെഗറ്റ് അത് നമുക്കിനി അയൺ പിക്കാസ് കൊടുത്തിട്ട് എടുക്കാം. ഗോൾഡ് ഇതിൽ കൂടെ മിക്കവാറും ഞാൻ അതിർക്കുക. അപ്പോൾ ഗൈസ്, ഷിപ്പിനെ കൂടി കൊല്ല. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ നമ്മളെ ബേസ് ആക്കുന്നത്. ഇവിടെ അടുത്തോടെ ഒരു വില്ലേജ് ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട് ഗൈസ്. ഇവിടെ സ്റ്റോൺ ബയോമുണ്ട്. ഇപ്പം ലാഭായി. സ്റ്റോൺ ഇവിടുന്ന് എടുക്കാം, കോൾ ഇവിടുന്ന് എടുക്കാം. ചിലപ്പോൾ അയണൊക്കെ കിട്ടും ഇവിടുന്ന്. നമ്മൾ എടുത്തെടുത്ത് തന്നെ കുറേ സെറ്റപ്പുകളുണ്ടായത് കുഴപ്പമില്ല. ഗൈസ്, നേരം കളയുള്ള വേഗം ആദ്യത്തെ മരം മൈൻ ചെയ്യട്ടെ.
ഒക്കെ തിന്നതിനും. ഇവിടെ പംകിൻ ഉണ്ട്. ഈ പംകിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു വില്ലേജ് ഉണ്ടാവും എന്നാണ്. അതേ കാര്യത്തിൻ്റെ അർത്ഥം ഞാനങ്ങനെ കരുതിയിരിക്കണത്. കാരണം അധികം ഇതുള്ള സ്ഥലത്ത് ഞാൻ വില്ലേജ് കാണലുണ്ട്. ഞാൻ ആദ്യം മൈൻഡ് ചെയ്ത ബ്ലോക്ക് എടുക്കട്ടെ. അല്ലെങ്കിൽ ഈ ബ്ലോക്ക് നമുക്ക് ഇതാക്കാം. ഇപ്പം നമ്മളെ കയ്യിലിപ്പോൾ ഒരു ഓക്കിൻ്റെ ഫുഡൊന്നുമില്ല. നമ്മൾ ആദ്യം മൈൻഡ് ചെയ്ത ഫുഡാണ് കഴിച്ചത്. അത് നമ്മൾ പ്രത്യേകമായി കണ്ടെടുത്തേക്കും. ഇത് നമ്മൾ ഇപ്പോൾ തൽക്കാലത്തിന് ഇവിടെ ഇത് നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ ലാസ്റ്റ് നമുക്ക് വല്ല ആവശ്യം വരും. ഇനി നമ്മൾ വുഡൊക്കെ മൈൻഡ് ചെയ്യാം. അപ്പം ഞാൻ നാളെ വിടുമ്പോൾ ബേസ് ഉണ്ടാക്കിയാണ്ട് വിടുക. കാരണം ബേസ് ഉണ്ടാക്കണൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാൻ കരുതിയ നല്ല ലെങ്ത് ആവും. അതുകൊണ്ട് നമ്മൾ നാളെ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ വിട്ടരല്ല കളിച്ചുമ്പോൾ കാണിച്ചു തരണ്ട്. അത് നമുക്കൊരു ബെഡ് ഉണ്ടാക്കുക ഗൈസ്. അല്ലെങ്കിൽ സോംബികൾ ഉറങ്ങാനായിട്ട്. ഗൈസ് നമ്മളൊരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ റീസ്പോൺ സെറ്റ് ആക്കാം. ഗൈസ് ഇവിടെ എവിടെയെങ്കിലും ഈ കാര്യം നമ്മളെ ബേസ് വരിക. നെതർ ഫോർട്ട് അവിടെ നെതറിൻ്റെ പോർട്ടിലൊക്കെ ഉണ്ട്. ചിലപ്പോൾ ലൈക്കൂടെ കയറാൻ ചിലപ്പോൾ നെതർക്കൊക്കെ പോവാം. അപ്പോൾ ഗൈസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.